നമസ്കാരം. എരഞ്ഞിപ്പാലത്ത് ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ ബിഫാം വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ. അത്തോളി തോരായി സ്വദേശിനിയായ ആയിഷ റഷയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. മംഗലാപുരത്ത് പഠിക്കുകയായിരുന്ന ആയിഷ 3 ദിവസം മുൻപാണ് ആൺസുഹൃത്ത് ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയത് എന്നാണ് വിവരം. കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറാണ് ബഷീറുദ്ദീൻ. ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും മർദ്ദിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചു. ആയിഷ കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ബഷീറുദ്ദീനെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ പുറത്തു പോയി തിരിച്ചെത്തിയപ്പോൾ ആയിഷ റഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാളുടെ മൊഴി. തുടർന്ന് ഇയാൾ തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. മംഗളൂരുവിൽ ബിഫാം വിദ്യാർത്ഥിനിയായ ആയിഷ ഓണാവധിക്കായിട്ടാണ് 3 ദിവസം മുമ്പ് നാട്ടിലെത്തിയത്. എന്നാൽ വീട്ടിൽ പോയിരുന്നില്ല. ആൺസുഹൃത്തിനൊപ്പം എരഞ്ഞിപ്പാലത്തെ വീട്ടിലായിരുന്നു താമസം. പെൺകുട്ടിയുടേത് ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആദ്യം ഭാര്യയെന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞതെന്നും പിന്നീട് സുഹൃത്തെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് അധികൃതർ നടക്കാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ആൺസുഹൃത്തായ ബഷീറുദ്ദീൻ ആയിഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അവളെ മാനസികമായി പീഡിപ്പിച്ചതിന് സാധ്യതയുണ്ട്. മോർഫ് ചെയ്ത ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയതാണ്. ബ്ലാക്ക്മെയിലിംഗ് ആണ്. ക്ലാസ് കട്ട് ചെയ്താൽ വീട്ടുകാർ അറിയില്ലേ? അതുകൊണ്ടാണ് അവധിക്കാലം തന്നെ അയാൾ തെരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഫോട്ടോകൾ കാണിച്ചാൽ അവൾ അവന്റെ വഴിക്ക് വരുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. മാത്രമല്ല, കുട്ടിക്ക് അതിനെ എതിർക്കുവാനുള്ള കഴിവും ഉണ്ടായില്ല. ആയിഷയുടെ ബന്ധുവായ മുസ്തഫ പറഞ്ഞു. മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ ആയിഷ ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരുന്നുവെന്ന് മറ്റൊരു ബന്ധുവായ അനസും പ്രതികരിച്ചു. മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനിലുണ്ടായിരുന്നു. മെസ്സേജുകളും അയച്ചിരുന്നു. അതുവരെ ഒരു പ്രശ്നവുമില്ല. ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചപ്പോഴും അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇതിന് പിന്നിൽ ബഷീറുദ്ദീൻ തന്നെയാണെന്നും അവന്റെ സ്വഭാവമൊക്കെ കുറച്ച് മോശമാണെന്നും സുഹൃത്ത് പറഞ്ഞു. അവൻ ആയിഷയെ ചിരവ കൊണ്ട് അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതേക്കുറിച്ച് കൂട്ടുകാർ ചോദിച്ചപ്പോൾ മറ്റൊരു കാരണമാണ് അവൾ അവനോട് പറഞ്ഞത്, അനസ് പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അനസ് തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം ഭാര്യയാണെന്ന് പറഞ്ഞു, പിന്നീട് കൂട്ടുകാരിയാണെന്ന് മാറ്റി പറയുകയായിരുന്നു. എന്തായാലും ഓണാവധിക്ക് നാട്ടിലെത്തിയ ആയിഷ വീട്ടിൽ പോയിരുന്നില്ല. ആൺസുഹൃത്തിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. 3 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്.